സോ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ARM വിൻഡോസ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ റൺ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു ഇതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോർ. അപ്പോൾ കോമൺ ആയിട്ട് PC ബിൽഡേഴ്സും അതുപോലെ തന്നെ റിവ്യൂവേഴ്സൊക്കെ ബെഞ്ച് മാർക്ക് സ്കോർ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സോഫ്റ്റ്വെയർസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ പകുതി വെച്ചിട്ട് ക്രാഷ് ആയി പോയി. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു ബെഞ്ച് മാർക്ക് സ്കോർ റൺ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്കൊരു ARM പ്ലാറ്റ്ഫോമിന് വേണ്ടി ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ബെഞ്ച് മാർക്ക് സ്കോർ അല്ല കിട്ടിയത്. CPU ഡിസ്കിനും അല്ലാതെ വേറെ ഒന്നിനും 600 മേളിലേക്ക് സ്കോർ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ 3D ബെഞ്ച് മാർക്ക് സ്കോർ റൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിനകത്തൊരു പ്രോപ്പറായിട്ടൊരു ഗ്രാഫിക്സ് കാർഡ് ഇല്ല. ഫോണിൻ്റെ GB ഉണ്ടെങ്കിൽ പോലും അതിന് പ്രോപ്പറായിട്ട് ഗ്രാഫിക്സ് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കേണ്ടി പറ്റത്തില്ല. ബേസിക് ഗ്രാഫിക്സ് ഡ്രൈവർ മാത്രമാണ് ഉള്ളത്. ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫോൺ ഫ്രീസ് ആവുമോ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ബെഞ്ച് മാർക്ക് സ്കോറിൽ എനിക്ക് അത്ര വിശ്വാസമില്ല. കാരണം ഞാൻ ഇത്ര നാളത്തെ ഉപയോഗത്തിന് ശേഷം ഈ ഒരു സ്കോർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഈ ഒരു ഗ്രാഫിക് കാണിക്കുന്ന പോലെയുള്ള അത്രയും പെർഫോമൻസ് ഡ്രോപ്പ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള ഡ്രൈവർ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ബെഞ്ച് മാർക്ക് സ്കോർ ഇത്രയും ലോ ആണുള്ള കാരണം. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഇതുപോലെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോഡ്കാസ്റ്റ് ചാനലിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റേ ടെക്നോളജി കണ്ടന്റും അതുപോലെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കർ റിലേറ്റഡ് വീഡിയോ കിട്ടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.